കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് കണ്ടെത്തിയത് നിധി തന്നെയെന്ന് സ്ഥിരീകരിച്ച പുരാവസ്തു വകുപ്പ്. വസ്തുക്കൾക്ക് 200 വർഷം പഴക്കമുണ്ട്. പുരാവസ്തുക്കളിൽ ഇൻഡോ ഫ്രഞ്ച് നാണയവും കണ്ടെത്തി. അറക്കൽ രാജവംശം ഉപയോഗിച്ച നാണയവും ശേഖരത്തിൽ ഉള്ളതായും പുരാവസ്തു വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ പറയും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് നിന്നും നിധി കണ്ടെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലമാണ് പുറത്തു വരുന്നത്. അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പുരാവസ്തു വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആ നിധിയിൽ മോതിരം, അതോടൊപ്പം തന്നെ പല നാണയങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പരിശോധനാ ഫലം പുറത്തു വരുമ്പോൾ 400-നും അതോടൊപ്പം തന്നെ 200 വർഷത്തിനും ഇടയ്ക്കുള്ള നാണയങ്ങളും അതോടൊപ്പം തന്നെ സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണമാലയെല്ലാം കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കാലപ്പഴക്കം 400 വർഷത്തിനും 200 വർഷത്തിനും ഇടയിലാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 1654 ഒരു വെന്നീസ് ഡെക്കറ്റിൽ നിർമ്മിച്ച കാശിമാലയാണ്. ആ കാശിമാലയാണ് ഇതിൽ ഏറ്റവും കാലപ്പഴക്കമുള്ളത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിനിടയിലുള്ള ഒരു ഫ്രഞ്ച് ഇൻഡോ നാണയവും കണ്ടെത്തിയിട്ടുണ്ട്. അത് മാഹിയിൽ നിർമ്മിച്ചതാകാമെന്നാണ് പുരാവസ്തു വകുപ്പ് സംശയിക്കുന്നത്. കാരണം ഈ ശ്രീകണ്ഠാപുരവും അതോടൊപ്പം തന്നെ മാഹി സമീപ പ്രദേശമാണ്. മാഹിയും ശ്രീകണ്ഠാപുരവും സമീപ പ്രദേശമായതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു വ്യാപാര ബന്ധം നടന്നിരിക്കാനുള്ള സാധ്യതയും പുരാവസ്തു വകുപ്പ് കാണുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായി കണ്ടെത്തിയിരിക്കുന്നത് 1829 നാണയമാണ്. അത് സാമൂതിരിയുടെ കണ്ണൂർ നാണയം എന്നറിയപ്പെടുന്നതാണ്. അത്തരത്തിൽ വിവിധ കാലഘട്ടത്തിലുള്ള വിവിധ സമയത്തിലുള്ള നാണയശേഖരവും അതോടൊപ്പം തന്നെ സ്വർണ്ണമാല, കാശിമാല ഉൾപ്പെടെയാണ് ഈ നിധിശേഖരമായി കണ്ടെത്തിയിരിക്കുന്നത്. കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയത്തിലുള്ള കൃഷ്ണരാജ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പരിശോധന നടന്നത്. എന്തായാലും ഇന്നലെയും ആ സ്ഥലത്ത് പരിശോധന നടന്നിരുന്നു. ആ പരിശോധനയിൽ കണ്ടെത്തിയത് ആ സ്ഥലത്ത് കൂടുതൽ നിധിശേഖരം ഇല്ലെന്നാണ്. ഉള്ള നിധിശേഖരം ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ട നിലയിലാണ്. പക്ഷെ അത് പല വർഷങ്ങളിൽ പല കാലഘട്ടത്തിലുള്ളതാണ്. വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നിധിയാണ് നിലവിൽ കണ്ടെടുത്തിരിക്കുന്നത്. കാരണം 400 വർഷം മുൻപുള്ള നിധി കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരിശോധന ആവശ്യമാണെന്നും നിലവിൽ പുരാവസ്തു വകുപ്പ് പറയുന്നുണ്ട്. ശരി, കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് കണ്ടെത്തിയത് നിധി തന്നെയെന്ന് സ്ഥിരീകരിച്ചു. വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.